ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ 16. വിശ്വാസത്തിൻ്റെ പൈതൃകം. നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വല്യമ്മ ലോവീസിലും അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. 2019 അമേരിക്കയിലെ യേശുവിലുള്ള വിശ്വാസികളുടെ ആത്മീക പൈതൃകം പര്യവേഷണം ചെയ്യുന്ന ഒരു ഗവേഷണത്തിൽ അമ്മമാർക്കും മുത്തശ്ശിമാർക്കും ആത്മീക വികാസത്തിൽ കാര്യമായ സ്വാധീനമുണ്ടെന്ന് കണ്ടെത്തി. വിശ്വാസത്തിൻ്റെ പൈതൃകം അവകാശപ്പെടുന്ന ഏകദേശം 2/3 ആളുകളും അവരുടെ അമ്മയാണ് അതിന് കാരണമായി എടുത്തു പറഞ്ഞത്. 1/3 പേർ മുത്തശ്ശിയാണ് പ്രധാന പങ്ക് വഹിച്ചതെന്ന് സമ്മതിച്ചു. റിപ്പോർട്ടിൻ്റെ എഡിറ്റർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: ആത്മീക വികാസത്തിൽ അമ്മമാരുടെ ശാശ്വതമായ സ്വാധീനത്തെക്കുറിച്ച് ഈ പഠനം പിന്നെയും പിന്നെയും സംസാരിക്കുന്നു. തിരുവെഴുത്തുകളിലും നാം കണ്ടെത്തുന്ന ഒരു സ്വാധീനമാണിത്. പൗലോസ് തൻ്റെ ശിഷ്യനായ തിമോത്തിയോസിന് എഴുതിയ കത്തിൽ തിമോത്തിയോസിൻ്റെ വിശ്വാസം തൻ്റെ മുത്തശ്ശി ലോവീസിൻ്റെയും അമ്മ യുനീക്കയുടെയും മാതൃക പ്രകാരമായിരുന്നുവെന്ന് അദ്ദേഹം അംഗീകരിച്ചു. ആദിമസഭയിലെ നേതാക്കളിൽ ഒരാൾ 2 സ്ത്രീകളുടെ സ്വാധീനം എടുത്തു കാണിക്കുന്ന കൗതുകകരമായ ഒരു വ്യക്തിഗത വിശദാംശമാണിത്. തിമോത്തിയോസിനുള്ള പൗലോസിൻ്റെ പ്രോത്സാഹനത്തിലും അവരുടെ സ്വാധീനം കാണാൻ കഴിയും. തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്തതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. ശക്തമായ ആത്മീക പൈതൃകം വിലപ്പെട്ട ഒരു സമ്മാനമാണ്. പക്ഷേ നമ്മുടെ വളർച്ചയിൽ തിമോത്തിയോസിൻ്റെ വിശ്വാസത്തെ രൂപപ്പെടുത്താൻ സഹായിച്ച തരത്തിലുള്ള സാധകാത്മക സ്വാധീനങ്ങളില്ലെങ്കിൽ പോലും നമ്മുടെ ആത്മീക വളർച്ചയെ രൂപപ്പെടുത്തുന്നതിൽ അഗാധമായ സ്വാധീനം ചെലുത്തിയ മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഏറ്റവും പ്രധാനമായി നമുക്ക് ചുറ്റുമുള്ളവർക്ക് ആത്മാർത്ഥമായ വിശ്വാസത്തിൻ്റെ മാതൃക കാണിക്കാനും ശാശ്വതമായ ഒരു പാരമ്പര്യം നൽകാനും നമുക്കെല്ലാവർക്കും അവസരമുണ്ട്. ചിന്തിക്കുക, നിങ്ങളുടെ ആത്മീക വികാസത്തിൽ ആരാണ് കാര്യമായ സ്വാധീനം ചെലുത്തിയത്? നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവരെ വിശ്വാസത്തിൽ പ്രോത്സാഹിപ്പിക്കാനാകും? ദൈവത്തിന് മഹത്വം.